നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ പ്രസിഡന്റ് റഷദ് അൽ അലിമി അംഗീകരിച്ചിട്ടില്ലെന്ന് യമൻ എംബസി. ഡൽഹിയിലുള്ള യമൻ എംബസിയാണ് ഇക്കാര്യം അറിയിച്ചത്. നിലവിൽ ഹൂതി സുപ്രീം പൊളിറ്റിക്കൽ കൌൺസിൽ നേതാവ് മെഹ്ദി അൽ മഷാദാണ് വധശിക്ഷ അംഗീകരിച്ചതെന്നും എംബസി വ്യക്തമാക്കി. കുറ്റകൃത്യം നടന്നത് ഹൂതി നിയന്ത്രണത്തിലുള്ള വടക്കൻ യമനിലാണ്. നിമിഷ കഴിയുന്ന ജയിൽ സ്ഥിതി ചെയ്യുന്നതും ഹൂതി നിയന്ത്രണ മേഖലയിലാണ്. ഇതിനാലാണ് ഹൂതി വിഭാഗത്തെ പിന്തുണയ്ക്കുന്ന ഇറാൻ ചർച്ചകളിൽ ഇടപെടാമെന്ന് അറിയിച്ചിരിക്കുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് അനുമതി നൽകിയെന്ന് വാർത്ത പ്രചരിച്ചിരുന്നു. കുടുംബത്തിന് എല്ലാ സഹായവും നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞത്. മകളുടെ മോചന ശ്രമങ്ങളുടെ ഭാഗമായി 2024 ഏപ്രിൽ 20 യമനിലേക്ക് പോയ നിമിഷയുടെ അമ്മ പ്രേംകുമാരി അവിടെ തുടരുകയാണ്. 2012 പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി നിമിഷപ്രിയ യമനിൽ ഒരു ക്ലിനിക്കൽ നഴ്സായി എത്തുന്നത്. അവിടെ വെച്ചാണ് യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹദിയെ പരിചയപ്പെടുന്നതും തുടർന്ന് അയാളുമായി ചേർന്ന് ഒരു ക്ലിനിക് ആരംഭിക്കുകയും ചെയ്യുന്നത്. സംരംഭം ലാഭത്തിലായതോടെ ഇയാൾ ഉപദ്രവം തുടങ്ങിയതായി നിമിഷ പരാതിപ്പെട്ടു. നിമിഷ അറിയാതെ ക്ലിനിക്കിന്റെ ഷെയർ ഹോൾഡറായി തന്റെ പേര് കൂടി ഉൾപ്പെടുത്തി മാസ വരുമാനത്തിന്റെ പകുതി പണം കൈക്കലാക്കി. കൂടാതെ ഇയാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതോടെ 2017 ജൂലൈയിൽ മയക്കുമരുന്ന് കുത്തിവച്ച നിമിഷ തലാലിനെ കൊലപ്പെടുത്തി. പക്ഷേ സുഹൃത്തിനെ കൊല്ലാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന തന്റെ പാസ്പോർട്ട് വീണ്ടെടുക്കുകയായിരുന്നു നിമിഷയുടെ ലക്ഷ്യമെന്നും പറയുന്നു. മഹദിയുടെ കുടുംബത്തെ നേരിൽ കണ്ട് മോചനം സാധ്യമാക്കാൻ നിമിഷപ്രിയയുടെ കുടുംബം ശ്രമിച്ചിരുന്നുവെങ്കിലും അനുകൂല സമീപനമായിരുന്നില്ല ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.